ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനവുമായി പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമാണ് അതിർത്തിയിൽ പ്രകോപനമൊന്നുമില്ലാതെ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, അതിശക്തമായി ഇന്ത്യൻ സേന തിരിച്ചടിച്ചല്ലോ, എന്താണ് അതിർത്തിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, യാതൊരു പ്രകോപനവും കൂടാതെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായിരുന്നിട്ടും അത് ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിയുതിർക്കുകയായിരുന്നു. പൂഞ്ചിലെ ഈ മാൻകോട്ട് സെക്ടറിന് സമീപത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായിരുന്നു പാക് പോസ്റ്റുകളിൽ നിന്ന് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇത്തരത്തിൽ വെടി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ പ്രദേശവാസികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വലിയ രീതിയിലുള്ള വെടിയുച്ചകൾ ഈ മേഖലയിൽ നിന്ന് കേട്ടു. തുടർന്ന് ഇന്ത്യൻ സൈന്യം എത്തുകയും കൃത്യമായ മറുപടി പാകിസ്ഥാൻ സൈന്യത്തിന് നൽകുകയും ചെയ്തു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനു ശേഷമാണ് ഈ പാക് സൈന്യം നിയന്ത്രണ രേഖയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അന്ന് പ്രകോപനം നടത്തിയത്. അതിൽ ഇന്ത്യ ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയതോടുകൂടി വെടിനിർത്തൽ ധാരണയിലേക്ക് പാകിസ്ഥാൻ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചെത്തുകയായിരുന്നു. തുടർന്ന് ആ വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു. എന്നാൽ നിലവിൽ ഇതാദ്യമായാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായതിനു ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം അത് ഉണ്ടായിരിക്കുന്നത്. അത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഇത്തരമൊരു പ്രകോപനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യൻ സൈന്യം ഇതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. സാധാരണ ഈ ഭീകരവാദികളെ നുഴഞ്ഞു കയറാൻ ഒക്കെ ഒരു കവർ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇത്തരം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. പലപ്പോഴും സൈന്യത്തിന്റെ ശ്രദ്ധ അവിടേക്ക് മാറുമ്പോൾ ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കലൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്യാറുള്ളത്. അത്തരമൊരു നീക്കമാണോ അതോ കുറെ കൂടി കടുത്ത ഒരു പ്രകോപനമാണോ? എന്താണ് സേനാ കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ? വിജയകുമാർ, നിലവിൽ ഈ ഓപ്പറേഷൻ നഖാൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീകരവിരുദ്ധ നടപടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു ഓപ്പറേഷൻ നഖാൽ നടക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു സഹായം ഇത്തരത്തിൽ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് ഉണ്ടാകാറുണ്ട്. നിലവിലെ സാഹചര്യം അത്തരത്തിലുള്ളതാണോ എന്നുള്ള വിവരങ്ങൾ ഇനി വരുന്ന മണിക്കൂറിൽ മാത്രമേ പുറത്തു വരും. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ത്യൻ ആർമി കൃത്യമായ മറുപടി പാകിസ്ഥാൻ സൈന്യത്തിന് ഇവിടെ നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിലവിൽ LOCകളിൽ നിയന്ത്രണ രേഖയിലടക്കം സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിംഗ് അടക്കമുള്ളവ കൃത്യമായ രീതിയിൽ തന്നെയാണ് ശക്തമായി മുന്നോട്ട് പോകുന്നതും. എന്തായാലും നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് ഇന്ത്യൻ ആർമി പരിശോധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, പൂഞ്ചിലാണ് പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. അതിശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ നഹാൽ ഭീകരർക്കെതിരായ സേനാ നീക്കം ഇന്ത്യ തുടരുകയാണ്. ഓപ്പറേഷൻ മഹാദേവും അതിനുശേഷം ഓപ്പറേഷൻ നഹാലും ഇത് തുടരുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ പ്രകോപനമൊന്നുമില്ലാത്ത ഈ വെടിനിർത്തൽ കരാർ ലംഘനം. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ സേനാ കേന്ദ്രങ്ങൾ തന്നെ ഔദ്യോഗികമായി അല്പസമയത്തിനകം നൽകുമെന്നാണ് കരുതുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഉത്തരകാശിയുടെ കണ്ണീർ. ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും. ധരാലി ഗ്രാമം ഭാഗികമായി ഒലിച്ചുപോയി. 60-ലധികം ആളുകളെ കാണാതായി എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. 4 മരണം സ്ഥിരീകരിച്ചു. വീടുകളും ഹോട്ടലുകളും ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ നിലം പൊത്തി. തൊട്ടു പിന്നാലെ ധരാലിക്കടുത്ത് സുഖി മേഖലയിലും പ്രളയജലം കുത്തിയൊഴുകിയെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു.
രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മേഘവിസ്ഫോടനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ ഉണ്ടായത്. ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഗിർഗംഗ നദിയിലെ മിന്നൽ പ്രളയം ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കി. നിമിഷനേരം കൊണ്ട് വീടുകളും കെട്ടിടങ്ങളും ഇരച്ചെത്തിയ നദിയെടുത്തു. നിരവധി വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയിലുണ്ടായിരുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സൈന്യവും NDRF, SDRF, ITBP, പ്രാദേശിക ദുരന്ത നിവാരണ സേനകളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായുണ്ട്. साथ में हमारी सेना के लोग NDRF, SDRF, आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए, सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിനായുള്ള നടപടികളും ആരംഭിച്ചതായാണ് വിവരം. നദിയിൽ നിന്നും സുരക്ഷിത അകലത്തേക്ക് മാറണമെന്ന് ജനങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യങ്ങൾ വിലയിരുത്തി. വരും മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തന ദൌത്യം നിർണായകമാണ്. ധരാലി ഗ്രാമത്തിനടുത്ത് സുഖി മേഖലയിലും രണ്ടാമത്തെ മേഘവിസ്ഫോടനമുണ്ടായതായി ഉത്തരകാശി ഭരണകൂടം അറിയിച്ചു. 24 ഡൽഹി. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവരിൽ സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയം. ഹർസിൽ ആർമി ബേസ് ക്യാമ്പിനെ മിന്നൽ പ്രളയം ബാധിച്ചു എന്നാണ് സൂചന. ദുരന്തത്തിൽ അകപ്പെട്ട 130 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 130 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ സേനാ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 10 സൈനികരെ പറ്റി വിവരമില്ല എന്നൊക്കെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരീകരണങ്ങളൊന്നുമില്ല ഈ കണക്കുകളിൽ എന്ന് നമുക്കറിയാം. എന്താണ് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ വരുന്നത് അച്യുതൻ? വിജയകുമാർ, ഈ ഉത്തരകാശിയിൽ ഇന്ന് ഈ 2 മേഘവിസ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ദരാലി എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപവും മറ്റൊന്ന് ദരാലിക്ക് അടുത്ത് തന്നെ ഈ ഹർസിൽ ഉൾപ്പെടുന്ന മേഖലയിലും രണ്ടാമത്തെ മേഘവിസ്ഫോടനം ഉണ്ടായി. ഇതിൽ ഹർസിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ആർമി ക്യാമ്പിനെ അവിടെ ഉണ്ടായ മിന്നൽ പ്രളയം ബാധിച്ചതായുള്ള വിവരം പുറത്തു വരുന്നത്. നിരവധി സൈനികരെ കാണാതെയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മണിക്കൂർ വരെയും ഇതുമായി ബന്ധപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. മറിച്ച് ഇവിടെ ഒരു ആർമിയുടെ ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നതായും ചില സൈനികരെ 10ഓളം സൈനികരെ കാണാതെയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ ആർമി ക്യാമ്പിലെ അവരുടെ മെസ്സിനെയും അതുപോലെ തന്നെ അവരുടെ കഫേ ഉൾപ്പെടെയുള്ള മേഖലകളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. 14 രജ്പുത്താലെ റൈഫിൾസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബാധിച്ചു എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരീകരണം അത് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഇതിൽ ആശ്വാസകരമായ ഒന്ന്, 130ഓളം പേരെ ഈ ഒരു ദുരന്തമുണ്ടായി ഈ മണിക്കൂറിനകത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അവർക്ക് വേണ്ട ചികിത്സ അടക്കമുള്ളവ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതാണ് ലഭിക്കുന്ന വിവരം. സൈന്യവും NDRFും ITBPയും അതുപോലെ SDRF ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ സേനകൾ ആണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് അത് പുരോഗമിക്കുന്നത്. അങ്ങനെ 130 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരകാശിയിൽ തുടരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറിയിരിക്കുന്നതെന്നതും മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ധരാലി ഗ്രാമത്തിന് സമീപം ഒരു വലിയ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും ഒരു ഗ്രാമം മൊത്തത്തിൽ തുടച്ചു നീക്കുന്ന സാഹചര്യത്തിലേക്ക് ഖിർഗംഗ എന്ന് പറയുന്ന നദിയിലെ ജലപ്രവാഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് തങ്ങാനുള്ള ടൂറിസ്റ്റ് ഹോമുകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ബാധിച്ചു. റിസോർട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അങ്ങനെ നിരവധി വീടുകളും കെട്ടിടങ്ങളുമാണ് ഈ ജലപ്രവാഹത്തിൽ ഒലിച്ചു പോയത് എന്നതാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതെല്ലാം വ്യക്തമാണ്. എന്തായാലും നിലവിൽ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുടെ കൃത്യമായ എണ്ണം, ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള ശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി അടക്കം വിലയിരുത്തിയാണ് ആ യോഗം പൂർത്തിയായത്. എന്തായാലും നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഈ മണിക്കൂറിലും ഉത്തരകാശിയിൽ തുടരുകയാണ്. ഏറെ വൈകിയും 130 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്.
യെസ്, ദുരന്തത്തിൽ അകപ്പെട്ട 130 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ആശ്വാസ വിവരമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോഴും ഏതാണ്ട് 60-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു. നിരവധി കെട്ടിടങ്ങൾ, അതിൽ വീടുകളുണ്ട്, വലിയ ഹോട്ടലുകളുണ്ട്, ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്, അതൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മൺകൂമ്പാരമായി മാറിയിരിക്കുകയാണ് ആ ഗ്രാമത്തിൻ്റെ ഒരു പ്രദേശമാകെ. അവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഗ്രാമത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളും ഇപ്പോഴത് മൺകൂമ്പാരമായിരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതിനടിയിൽ അകപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാദൗത്യത്തിൽ സേനാ വിഭാഗങ്ങളും നാട്ടുകാരും സജീവമായി രാത്രി വൈകിയും പങ്കെടുക്കുകയാണ്. നേരത്തെയും ഇപ്പോഴുമുള്ള ധരാലി ഗ്രാമത്തിൻ്റെ ചിത്രങ്ങളാണിത്. അത് കാണുമ്പോഴറിയാം എത്ര ഗുരുതരമാണ് ആ മേഖലയിലുണ്ടായ ഈ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയ ജലം. ഇത് അവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ്. ഈ നമ്പറുകളിൽ ഈ ടോൾ ഫ്രീ നമ്പർ 1077, ഈ നമ്പറുകൾ ഉത്തരാഖണ്ഡ് സർക്കാർ ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ നമ്പറുകളിൽ വിളിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഒറ്റപ്പെട്ടു പോയവരെ കണ്ടെത്താനുള്ള നടപടികൾ, അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മറ്റു വിശദാംശങ്ങളൊക്കെ കൈമാറുകയോ അവിടെ നിന്ന് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയോ ചെയ്യും. ടോൾ ഫ്രീ നമ്പർ 1070, ഈ നമ്പറുകളിലൊക്കെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. കനത്ത മഴയിൽ വലയുകയാണ് മധ്യ കേരളം. മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ എറണാകുളത്തും തൃശ്ശൂരും ജനജീവിതം ദുസ്സഹമായി. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായാണ് സംശയം. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടും 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രിയും രാവിലെയുമായി പെയ്ത ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നഗരമേഖലയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം വെള്ളം മൂടിയ തോട്ടിലേക്ക് കാർ വീണു. മണിക്കൂറുകൾ നീണ്ട മഴ തീരാ ദുരിതമാണ് തൃശൂരിൽ സൃഷ്ടിച്ചത്. അശ്വിനി ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി. പോലീസ് എത്തി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മുക്കാലി, മന്തംപൊട്ടി മേഖലയിൽ മഴവെള്ളത്തോടൊപ്പം കല്ലും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് ഒറ്റപ്പാലം പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി ഗഫൂറാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് നിഗമനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ, അംഗനവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കൊക്കെ അവധി ബാധകമാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തൃശ്ശൂരിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. ആലുവ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെയും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. പാലക്കാട് എറണാകുളം സൗത്ത് മെമ്മോ, എറണാകുളം പാലക്കാട് മെമ്മോ ട്രെയിനുകൾ റദ്ദാക്കി. ഇൻഡോർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് ട്രെയിനും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും 1.5 മണിക്കൂർ വൈകിയോടും. സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് അരമണിക്കൂർ വൈകിയോടും.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചേർത്തല തിരോധാന കേസിൽ പ്രതിയായ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ നിർണായക വെളിപ്പെടുത്തൽ 24-നോട്. കേസിൽ ആദ്യം കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരറിയാം എന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ പറഞ്ഞു. ബിന്ദുവിന്റെ ഒഴികെയുള്ള പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എറണാകുളത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇവർ ആരുമായും സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ മോശം പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഭാര്യ 24-നോട് പറഞ്ഞു. ചേച്ചി, എന്നാണ് സെബാസ്റ്റ്യനുമായുള്ള വിവാഹം നടന്നത്? 2008. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് പോലെയുള്ളൊരു ആളാണോ? കുടുംബത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു, എന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും. ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. പുള്ളി നല്ല കൂളായിട്ടാണ് എപ്പോഴും നടക്കുന്നു എടുക്കുന്നു. 2008 മുതൽ ചേച്ചിക്ക് അറിയാം, ചേച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഈ കാലയളവിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളത് സെബാസ്റ്റ്യനെ കുറിച്ച്? സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാല് ആണെങ്കിൽ പഴുത്തെപ്പോഴും ചെയ്യാതെ ഇൻഫെക്ഷൻ ആകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഷുഗർ താന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവര് ഇങ്ങനെ പറയുന്നത് നമ്മളത് വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോഴും. ഇനി എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ചേച്ചി, ഈ പറഞ്ഞ ജൈനമ്മ, ഐഷ, സിന്ധു, ഇവരെയൊക്കെ ബിന്ദു, ഇവരൊക്കെ ചേച്ചിയുടെ അറിയോ? പേര് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എങ്ങനെയാ കേട്ടത്? ബിന്ദുവിന്റെ പേര് കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിച്ചെല്ലുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല. ഈ പോലീസ് ചേച്ചിയോട് എന്തെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറഞ്ഞിട്ടുണ്ടോന്ന്? അന്വേഷണത്തിനുമായി മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് എടുത്തായിരുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് വിളിക്കുമെന്ന് അവര് പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. ചേച്ചി, മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാൻ? അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് സെബാസ്റ്റ്യൻ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്ക്, അല്ലാതെ എപ്പോഴും പൈസ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. വലിയ തുകയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വെറുതെ പറയുന്നതായിരിക്കും, അത് എനിക്കറിയില്ല. എന്താണ് ശരിക്കും സെബാസ്റ്റ്യന് ജോലി ഉണ്ടായിരുന്നത്? സെബാസ്റ്റ്യന്റെ ജോലി വസ്തുവിന്റെ ഇടപാടാ, ബിസിനസ്സാ. റാഫി കരീം വിവരങ്ങൾ നൽകും ചേർത്തലയിൽ നിന്ന്. റാഫി, ഈ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ ഈ മൊഴി അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ. ഇവരെ നേരത്തെ ക്രൈംബ്രാഞ്ച് കോട്ടയം ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യാനെന്ന്, മൊഴിയെടുക്കാനെന്ന് വിവരങ്ങൾ വന്നിരുന്നു. ഏതാണ്ട് വളരെ ദീർഘമായി റാഫി അവരുമായി സംസാരിച്ചല്ലോ. എന്താണ് അവർ സെബാസ്റ്റ്യനെ പറ്റിയും ഈ കേസിനെ പറ്റിയും ഒക്കെ പറയുന്നത്? അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും യാതൊരു സൂചനയുമില്ല എന്നാണോ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അതോ അവരെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? വിജയകുമാർ, നമ്മൾ ആ സ്ത്രീയുമായി സംസാരിച്ചപ്പോൾ പ്രധാനമായും കുടുംബത്തിൽ സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ് നമ്മളോട് പറയുന്നത്. ബിന്ദു പത്മകുമാറിനെ മാത്രം ആ സ്ത്രീ അറിയും എന്നുള്ളതാണ് പറയുന്നത്. അത് സെബാസ്റ്റ്യനിൽ നിന്നാണ് ആ പേര് കേൾക്കുന്നത്. എറണാകുളത്തെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പേര് കേട്ടത് എന്നുമാണ് സ്ത്രീ പറയുന്നത്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ഭാര്യ പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ഈ സെബാസ്റ്റ്യൻ ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളാണ്, ഷുഗർ പേഷ്യന്റ് ആണ്. ഒപ്പം തന്നെ കാലിൽ മുറിവുണ്ട്, അതിന് ഇൻഫെക്ഷൻ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെല്ലാം വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആരുമായി മറ്റു പ്രശ്നങ്ങളുള്ളതായി ഇതുവരെയും പറഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്.
പറയുന്നത്. ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ, ബാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് ബാലൻസിന്റെ വിവരങ്ങൾ അറിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഈ ജൈനമ്മയുടെ സ്വർണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ 2008 ഇവരുടെ വിവാഹം കഴിയുന്നത്. അതായത് 17 വർഷം മുൻപ് വിവാഹം കഴിയുന്നു. ഈ 17 വർഷവും ഒപ്പം ജീവിക്കുമ്പോൾ സെബാസ്റ്റ്യന് ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഉള്ളതായി ഇവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവം സെബാസ്റ്റ്യൻ പ്രകടിപ്പിച്ചതായും ഇവർ അറിയില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അതായത് നിർണായകമായ അന്വേഷണത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. സെബാസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇനിയുള്ള 2 ദിവസത്തിനുള്ളിൽ ഇത് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം അടുത്ത ദിവസങ്ങളിൽ കടക്കുമെന്നാണ് അറിയുന്നത്. അതിനു മുൻപാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ വീണ്ടും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കാൻ വിളിച്ചു വരുന്നത്. ഒപ്പം സെബാസ്റ്റ്യനോടൊപ്പം ഇരുത്തിക്കൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതും അന്വേഷണ സംഘത്തിന്റെ ആലോചനയിലുണ്ട്. ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് 24-നോട് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ. ശരി റാഫി, എന്തായാലും അവരുടെ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പോലീസ്, ക്രൈംബ്രാഞ്ച് അവരെ വിളിപ്പിച്ചിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്നതിന്. ആ ഘട്ടത്തിൽ എന്ത് നിലപാടെടുക്കും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് ചേർത്തലയിൽ നിന്ന്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിലെ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. നാളെ ലഭിക്കുന്ന DNA പരിശോധനാ ഫലം നിർണായകമാകും. ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം തുടങ്ങി. കോട്ടയത്തെ ജൈനമ്മ കൊലപാതക കേസിൽ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ. കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രം. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെയും കഴിഞ്ഞ മാസം 27-നും നടത്തിയ തെരച്ചിലിൽ അസ്ഥിഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. നാളെ വരാനിരിക്കുന്ന DNA ഫലം അന്വേഷണത്തിൽ നിർണായകമാകും. ഒപ്പം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച മണ്ണിന്റെയും ജലത്തിന്റെയും പരിശോധനാഫലം കൂടി വരാനുണ്ട്. അതിന് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ചെയ്യുന്നുണ്ട്. നമ്മളതിന് ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ്. ഇത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. ഇന്നലെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ ഒന്നും വിട്ടുപറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾക്ക് മൗനവും ചിരിയും മറുപടി. ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴും മാറ്റമില്ല. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ഇതിനു മുന്നോടിയായി സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും. 2024 കാണാതായ ജൈനമ്മ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുള്ളൂ. എന്നാൽ മൃതദേഹം എവിടെയെന്ന ചോദ്യം ബാക്കി. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം ബിന്ദു, ഐഷ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. 24 ആലപ്പുഴ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ഈ വെടിനിർത്തൽ കരാർ ലംഘനം എന്ന ആ റിപ്പോർട്ട് സേന ഇപ്പോൾ നിഷേധിക്കുകയാണ്. അത്തരമൊരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യൻ സേന ഔദ്യോഗികമായി അറിയിക്കുന്നത്. അത്തരത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കാശ്മീരിലെ പൂഞ്ചിൽ പാക് പ്രകോപനമുണ്ടായി എന്നും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി എന്നുമായിരുന്നു വാർത്ത. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത്. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടക ധർമ്മസ്ഥലയിലെ ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. 11-12 സ്പോട്ടുകളിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടത്തിൽ കൂടുതൽ അന്വേഷണം ആര് നടത്തും എന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. മണ്ണുമാറ്റി പരിശോധനയുടെ 7ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ആദ്യം തൊഴിലാളികൾ കുഴിച്ചു പരിശോധന നടത്തി. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിച്ചു. ഉച്ചയോടെ 11ാം സ്പോട്ട് മൂടി 12ാം സ്പോട്ടിലേക്ക്. കനത്ത മഴയ്ക്കിടയിലായിരുന്നു പരിശോധന. 2 നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇത് ഒന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇത് ആരന്വേഷിക്കും എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. സാക്ഷിയുടെ മൊഴി പ്രകാരമുള്ള ഒരൊറ്റ സ്പോട്ടിലെ പരിശോധന മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്നാനഘട്ടത്തിന് വലതുവശത്തുള്ള 13ാം നമ്പർ സ്പോട്ട്. ഇവിടുത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ
ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. സ്കൂൾ ക്ലാസ് മുറികളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം ഒഴിവാക്കാൻ ആലോചനയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസുകൾ യു ഷേപ്പിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. ഒരു ബെഞ്ചിന് പുറകിൽ അടുത്ത ബെഞ്ച് എന്ന നിലയിലുള്ള ക്ലാസുകളുടെ ക്രമീകരണം മാറ്റാനാണ് സർക്കാർ ആലോചന. പകരം മുന്നിൽ നിന്ന് എല്ലാ കുട്ടികളെയും തുല്യ പരിഗണന ലഭിക്കുന്ന രീതിയിൽ യു ഷേപ്പിൽ ക്ലാസുകൾ ഒരുക്കാനാണ് ആലോചിക്കുന്നത്. നിലവിലെ രീതി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് ടീച്ചറിന് അങ്ങ് അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതി നിയോഗിക്കും. ഈ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൂടുതൽ വിദ്യാർത്ഥികളുള്ള ക്ലാസ് മുറികളിൽ യു ഷേപ്പ് രീതി നടപ്പാക്കാൻ കഴിയില്ല എന്നും അഭിപ്രായമുണ്ട്. 24 തിരുവനന്തപുരം. മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല സ്കൂളിലാണ് എന്ന കുഞ്ചാക്കോ ബോബന്റെ പ്രസംഗത്തിന് പിന്നാലെ നടനെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച വിദ്യാഭ്യാസ മന്ത്രി. കുട്ടികൾക്ക് അത് സന്തോഷമാകുമെന്നും സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം തൃക്കാക്കര മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ഉമാ തോമസ് MLA പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബന്റെ പരാമർശം. ഇപ്പോൾ ജയിലുകളിലാണ് കുറച്ചുകൂടി നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നൽകുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ, വളരട്ടെ, വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നാലെ എത്തി മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനും വരാം. കുട്ടികൾക്കും സന്തോഷമാകും. കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയുമായി ഭാര്യ മഞ്ജുഷ. കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് കെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കുറ്റപ്പെടുത്തി. കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി അക്കമിട്ട് നിരത്തുകയാണ് ഹർജിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഹർജിയിലുള്ളത്. അന്വേഷണ സംഘം കൃത്യമായി തെളിവ് ശേഖരിച്ചില്ല. കുറ്റപത്രം തയ്യാറാക്കിയത് പ്രതിക്ക് അനുകൂലമായാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ പഴുതുകൾ കുറ്റപത്രത്തിലുണ്ട്. പ്രതിയുടെ പക്ഷം പിടിച്ചാണ് ഇത് തയ്യാറാക്കിയത്. CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ല. പ്രശാന്ത് മറ്റൊരാളുടെ ബിനാമിയാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. അന്വേഷണം പ്രോപ്പറായ രീതിയിലല്ല പോയതെന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവരുടെ അന്വേഷണം പോകുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളോട്ടൊന്നും കടന്നൊരു വിധി വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ അന്വേഷണ സംഘം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുന്നത്. കേസ് ഈ മാസം 16 വീണ്ടും കോടതി പരിഗണിക്കും. 24 കണ്ണൂർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ പോലീസ്. നിയമോപദേശം തേടി എന്നാണ് വിശദീകരണം. കൊടിസുനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കണ്ണൂർ SPക്ക് KSU പരാതി നൽകി. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. അതേസമയം കൊടിസുനിയുടെ മദ്യസേവയിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല.
മാഹി ഇരട്ടക്കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു പോലീസുകാർ നോക്കി നിൽക്കെ കൊടിസുനിയുടെ മദ്യസേവ. ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവ് ലഭിച്ചിട്ടും കേസെടുക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. പ്രതികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നത് നിയമത്തെ അപമാനിക്കാനാണെന്ന് KSU ആരോപിച്ചു. നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SP-ക്ക് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പരാതി നൽകി. എന്നാൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം കാത്തിരിക്കുകയാണ് പോലീസ്. വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും കൊടിസുനിക്കെതിരെ കേസെടുക്കുന്ന കാര്യം പരിശോധിക്കുകയാണെന്നും DGP റവാഡ ചന്ദ്രശേഖർ. അത് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻക്വയറി നടത്തിയെടുത്ത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിൽ എവിടെ വീഴ്ചകളുണ്ടോ അവിടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാം. നമ്മളിലേക്ക് DGP ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. കൊടിസുനിയുടെ മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായതായാണ് സൂചന. അതേസമയം ഇതിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. 24 കണ്ണൂർ. BJP നേതാവ് C സദാനന്ദന്റെ കാല് വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകിയതിനെ ന്യായീകരിച്ച് KK ശൈലജ. നാട്ടുകാരി എന്ന നിലയിലാണ് താൻ പങ്കെടുത്തതെന്നും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ എന്നും KK ശൈലജ പറഞ്ഞു. എന്ത് സന്ദേശമാണ് KK ശൈലജ നൽകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. CPIM പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നത് യാത്രയയപ്പ് ചടങ്ങ് ആയിരുന്നില്ലെന്നാണ് KK ശൈലജ MLAയുടെ വാദം. CPIM പ്രവർത്തക എന്ന നിലയിലാണ് താൻ വന്നത്. തൻ്റെ അറിവിൽ മാന്യമായി ജീവിതം നയിക്കുന്നവരാണവർ. ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തവരല്ല. കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല താൻ പോയത്. കോടതി വിധിയെ മാനിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ആ ആളുകളെല്ലാം നാട്ടിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ്, നടത്തിയിട്ടുള്ളവരാണ്. മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒരാളുടെ കാലുവെട്ടിയ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ CPIM നേതാവിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? ആരുടെ ആകട്ടെ ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ച ആളെ സമ്മേളനം നടത്തി യാത്രയയപ്പ് നടത്തി യാത്രയാക്കുന്നു. ഇത് എന്തൊരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്? KK ശൈലജ യാത്രയയപ്പിൽ പങ്കെടുത്തതിനെതിരെ C സദാനന്ദൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അപ്പീൽ തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഇന്നലെ കീഴടങ്ങിയത്. അതിന് തൊട്ടു മുമ്പാണ് ഇത്തരമൊരു യാത്രയയപ്പ് നൽകിയത്. 1994 RSS നേതാവായിരുന്ന C സദാനന്ദനെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. 24 കണ്ണൂർ. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. CPM വിമത കലാരാജു UDFനെ പിന്തുണച്ചു. കലാരാജുവിന്റെ വോട്ട് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാരുടെ ആവശ്യം വരണാധികാരി പിന്നീട് തള്ളി. അത്യന്തം നാടകീയമായി ആരംഭിച്ച കൂത്താട്ടുകുളം നഗരസഭയിലെ സംഭവ വികാസങ്ങൾക്ക് നാടകീയമായി തന്നെ അന്ത്യം. ജനുവരി മാസം അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് തുടങ്ങിയ സംഭവ വികാസങ്ങൾക്ക് 6 മാസത്തിനിപ്പുറം മറ്റൊരു അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന് ഭരണം നഷ്ടമായി. 25 ഭരണസമിതി അംഗങ്ങളിൽ LDF വിമതയും സ്വതന്ത്രനും ഒരുമിച്ച് നിന്നതോടെ 13 വോട്ടുകൾ നേടി അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് മധുര പ്രതികാരമെന്നായിരുന്നു കലാരാജുവിന്റെ പ്രതികരണം. ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സംഭവങ്ങളിൽ ചെറിയൊരു ട്വിസ്റ്റ്. LDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത കലാരാജുവിന്റെ വോട്ട് അസാധുവാക്കണം എന്നായിരുന്നു ആവശ്യമുയർന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ ഉദ്ദേശശുദ്ധിയെ മാനിച്ച് വോട്ട് അംഗീകരിക്കുകയാണ് എന്ന് വരണാധികാരി തീരുമാനമെടുത്തു. ഇന്റൻഷൻ ഓഫ് ദി വോട്ടർ അത് ക്ലിയർ ആയിരുന്നു. ഇന്റൻഷൻ ഓഫ് ദി വോട്ടർ ക്ലിയർ ആയതുകൊണ്ടാണ് അത് സാധുവായിട്ട് അംഗീകരിച്ചത്. അവിശ്വാസം പ്രമേയം പാസ്സായി. തൊട്ടു പിന്നാലെ UDF ജയം ആഘോഷിച്ച് ആഹ്ലാദ പ്രകടനവും നടത്തി. ജനാധിപത്യത്തിലെ ഞങ്ങളുടെ വിജയം അംഗീകരിക്കാൻ അവസാന നിമിഷവും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ റിട്ടേണിംഗ് ഓഫീസറെ കരാവ് ചെയ്യുകയാണ്. ഏതായാലും അവിശ്വാസ പ്രമേയം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. എന്നാൽ വരണാധികാരി UDFനൊപ്പം നിന്നു എന്നാരോപിച്ച LDF പ്രതിഷേധവും ആരംഭിച്ചു. ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? എന്ത് ന്യായമുണ്ട്? റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസിന് വേണ്ടി ദാസ്യവേല ചെയ്യുകയാണ്. പ്രതിഷേധവുമായി കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന അംഗങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചു. തുടർന്ന് നഗരത്തിൽ LDFന്റെ പ്രതിഷേധ യോഗം.
തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഇനിയും നടത്തേണ്ടി വരും. 24 കൂത്താട്ടുകുളം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും സദസ്സിൽ പ്രതിഷേധിച്ച പുഷ്പവതിയെ വിമർശിച്ചും ശ്രീകുമാരൻ തമ്പി. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും സംസാരിക്കുമ്പോൾ പുഷ്പവതി ഇടപെട്ടത് മര്യാദകേടാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പരാമർശം തള്ളി CPIM-ഉം CPI-യും രംഗത്തെത്തി. ഗവൺമെൻറ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നുമാണ് സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. ഈ സമയം വേദിയിലുണ്ടായിരുന്ന ശ്രീകുമാരൻ തമ്പി പരാമർശത്തെ പിന്തുണച്ചെത്തി. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണോ? വെറുതെ 1.5 കോടി അങ്ങ് എടുത്തു കൊടുക്കാൻ പറ്റും? അടൂർ ഗോപാലകൃഷ്ണൻ ദളിതയും വനിതകളെ അപമാനിച്ചു. അത് എവിടെ അപമാനിച്ചത്? പരാമർശത്തിനെതിരെ സദസ്സിൽ പ്രതിഷേധിച്ച കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതിക്കെതിരെയും ശ്രീകുമാരൻ തമ്പി. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വേല. ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണനും പുഷ്പവതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ച് CPIM-ഉം CPI-യും രംഗത്തെത്തി. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂഡൽ വരേണ്യ ചിന്തകളുടെ പുറന്തോടുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ, ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഗവൺമെന്റ് ഇനി ആനയിക്കരുത്. അടൂർ ഗോപാലകൃഷ്ണനെ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ആഢ്യരക്തമുള്ളവർ മാത്രമേ സിനിമയെടുക്കാൻ പാടുള്ളൂ എന്നതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ കാഴ്ചപ്പാടെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. പ്രതിഷേധിച്ച അംഗങ്ങളെ മാർഷലുകൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുണ്ടായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധിച്ചു. പാർലമെന്റിന് പുറത്ത് ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഭാഗമായി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വിഷയമുയർത്തി. വെള്ളിയാഴ്ച നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങളെ മാർഷലുകൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടി. തടസ്സപ്പെട്ട ഇരുസഭകളും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് NDA യോഗം ചേർന്നു. LK അദ്വാനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പ്രധാനമന്ത്രി യോഗത്തിൽ അഭിനന്ദിച്ചു. അതേസമയം ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറ്റം ചെയ്തെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയുള്ള സുപ്രീം കോടതി വിമർശനത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രതികരണവുമായെത്തി. കോടതിക്ക് യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക. They do not decide who a true Indian is. And it is the job of the opposition leader. It is his duty to ask questions to challenge the government. And my brother would never say anything against the army. He holds the army in the highest respect. So it is a misinterpretation. രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ പുറത്തുവന്നെന്നും അസത്യങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രചരിപ്പിക്കുന്നുവെന്നും BJP വിമർശിച്ചു. 24 ഡൽഹി. കൊച്ചി കടവന്ത്രയിൽ ലോറിയിൽ നിന്ന് മണ്ണ് റോഡിൽ വീണു. കടവന്ത്ര മെട്രോ സ്റ്റേഷന് മുന്നിലാണ് ഒരു ലോഡ് മണ്ണ് വീണത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എങ്ങനെയാണ് ഇത്രയും മണ്ണ് റോഡിൽ വീണത്? ഗതാഗതം കുറച്ചു നേരത്തേക്കെങ്കിലും തടസ്സപ്പെട്ട് കാണുമല്ലോ കടവന്ത്ര ഭാഗത്തല്ലേ? വിജയകുമാർ, കടവന്ത്ര മെട്രോ സ്റ്റേഷന് മുന്നിലാണ് ഒരു റോഡിൽ
ലോറിയിൽ നിന്ന് മണ്ണ് വീഴുന്നത്. ഒരു ലോഡ് മണ്ണിന്റെ ഭൂരിഭാഗം ഭാഗവും റോഡിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അല്പസമയത്തേക്ക് ഗതാഗതം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് മണ്ണ് ഒരു വശത്തേക്ക് മാറ്റുകയും മറ്റൊരു വശത്തു കൂടി വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി തന്നെ ഗതാഗതം സുഗമമായി പോകുന്ന ഒരു ഗതിയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മണ്ണ് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. വലിയ ഗതാഗത കുരുക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലോറിയുടെ ഹുക്ക് മാറുകയും അതേ തുടർന്ന് ഒരു പിൻവശത്തു കൂടി മണ്ണ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മണ്ണ് മുഴുവനും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് ഷഹബാസ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് സ്കൂളിൽ പ്രവേശനം നൽകിയതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 3 കുട്ടികൾ തിരിച്ചുപോയി. നാളെ അടിയന്തര PTA യോഗം ചേരും. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.